എനിക്ക് സമയമില്ല, ദിവസമില്ല. രാവിലെ മുതൽ ഇങ്ങനെ ഉറങ്ങണ വരെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. ഞാനൊരു 8 മാസത്തോളം ബ്രേക്കപ്പിൽ നിന്നിട്ട് എനിക്ക് ചാവാനും എല്ലാം കൊണ്ടും നിന്നൊരു വ്യക്തി ഞാൻ. അതങ്ങനെയാണല്ലോ, നാട്ടു നടപ്പ് എങ്ങനെയാണല്ലോ. ഞാൻ വർക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് വെച്ചിട്ട് ഞാൻ എൻ്റെ കൈ മുറിച്ചിട്ടുണ്ട്, ജോലി സ്ഥലത്ത് വെച്ചിട്ട്. നിലവിലൊരു പ്രേമം ഉണ്ടോ അല്ലെങ്കിൽ സിംഗിൾ ആണോ? നിലവിൽ പ്രേമുണ്ട്. പിന്നെ ഒന്ന് പോയിന്ന് വിചാരിച്ച പോയത് പോട്ടെ, നമ്മളെന്തായാലും വെറുതെ സിംഗിൾ ആയിട്ട് ഇരിക്കുന്നത്. ശരിയാ, അവര് പോണോട്ടെ. പോയത് നന്നായി തോന്നുന്നു മോശമായി തോന്നുന്നു? പോയത് നന്നായി, വളരെ നന്നായി. പോയത് പൊക്കോട്ടെ. ഞാൻ എൻ്റെ ലൈഫിലോട്ട് വരരുതെന്നാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. ഒന്നും കൊണ്ടും വരരുത്, ഒരു കാര്യം കൊണ്ടും വരരുത്. നീ തിരിച്ചു വരരുത്. ഇപ്പൊ ഉള്ള കുട്ടി നല്ല പോവരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാണ്. ഇപ്പോഴ പോയില്ലെങ്കിൽ സെറ്റ് ആയിരിക്കും ലൈഫ്, എൻ്റെ ലൈഫ് സെറ്റ് ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ ഞാനിപ്പോൾ എന്ത് കാര്യം ചെയ്യായാലും എനിക്ക് ചോദിക്കാനുള്ളൊരു വ്യക്തി, എന്നെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ളൊരു വ്യക്തി, എൻ്റെ തെറ്റ് കണ്ടത് തെറ്റാണ്, ശരി കണ്ടത് ശരിയാണ്, നീ ഇങ്ങനെ ചെയ്താൽ ശരിയായിരിക്കും, അങ്ങനെയൊക്കെ എല്ലാം കൊണ്ടും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അത്. അപ്പോൾ പോയില്ലെങ്കിൽ എൻ്റെ ലൈഫ് അടിപൊളിയായിരിക്കും. ഇപ്പം ലവർ ഫ്രണ്ടിൽ ഇരിക്കണ്ടെന്ന് വിചാരിക്കും, എന്താ നീ പറയാ? അവളോട് എന്താ നിനക്ക് പറയാനുള്ളത്? പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. കാരണം എന്താ വെച്ചാൽ ഒരു ദിവസം മാക്സിമം ഒരു 10 വട്ടെങ്കിലും വിളിക്കും. 10 വട്ടത്തിൽ ഒരു 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറോളം ഞങ്ങൾ ഇരുന്ന് സംസാരിക്കുന്നത്. അപ്പോൾ ഒരു ലവർ അല്ലെങ്കിൽ പാർട്ട്ണർ എന്നുള്ളൊരു 10 വട്ടം 2 മണിക്കൂർ നീ സംസാരിക്കും? 2 മണിക്കൂർ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 1/2 മണിക്കൂർ അങ്ങനെ. എടാ 20 മണിക്കൂർ 24 മണിക്കൂർ ഒരു ദിവസത്തിലുള്ളൂ, പകുതി മുക്കാലും നീ അവളെ 24 മണിക്കൂറൊക്കെ നോക്കണം. നമുക്ക് അങ്ങനെയൊന്നും ഇല്ലല്ലോ. ശരി, പ്രേമിക്കുമ്പോൾ നമ്മള് സമയം നോക്കാറില്ല. എനിക്ക് സമയമില്ല, ദിവസമില്ല. രാവിലെ മുതൽ ഇങ്ങനെ ഉറങ്ങണ വരെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും, ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. ഞാൻ നോക്കാറില്ല. സംസാരിക്കാനുള്ള ചോദിച്ചു കഴിഞ്ഞാല് ഈ ഫുഡ് കഴിച്ചോ, ഈ വക കാര്യങ്ങളൊന്നുമല്ല. ഞാൻ പറഞ്ഞില്ല, ഞാനിപ്പോൾ ഒരു ദിവസം ഞാൻ വെറുതെ ഇരിക്കാത്ത ആളാണ്. അപ്പോൾ എനിക്കിഷ്ടം പോലെ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ വിളിക്കുകയാണെങ്കിൽ എനിക്ക് വീട്ടിൽ നിന്ന് വന്ന മുതലുള്ള കാര്യങ്ങൾ, ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എല്ലാം അപ്ഡേറ്റ് ചെയ്യും ഞാൻ. അത് എന്തിനാ, അതൊരു സംശയത്തിൻ്റെ ഒരു ഇതല്ല, പക്ഷെ ഞാൻ പറയും. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഞാൻ എന്തെങ്കിലും, ഞാൻ ചിലപ്പോൾ ഓരോ എനിക്ക് മറവി കൂടുതലാണ്. ഞാനിപ്പോൾ എന്തെങ്കിലും മറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളെനിക്ക് പറഞ്ഞു തരുന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തില്ലല്ലോ ചോദിച്ചിട്ട്, എനിക്കതൊരു ബെനിഫിറ്റ് അല്ലേ. അങ്ങനെ പ്രത്യേകിച്ചൊന്നും സംസാരിക്കാനില്ല, പക്ഷെ എന്നാ സംസാരിക്കാനുണ്ട്. സമയം പോകുന്നത് അറിയാറേയില്ല. ഇല്ല. പിന്നെ ഞാനിപ്പോ വർക്കില് ബിസി ആണ്, അതിന്റെ ഇടയിൽ ഇങ്ങനെ സമയം കിട്ടുമ്പോ. കുമ്പിടീനെ ആ പെണ്ണിലേക്ക് ആകർഷിച്ച ഒരു 3 കാര്യം എന്താ? ആകർഷിച്ച 3 കാര്യം അങ്ങനെയല്ല. എനിക്കൊരു ബ്രേക്കപ്പ് ഉണ്ടായിരുന്നു. ആ ഒരു ബ്രേക്കപ്പിൽ എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ്. അതായത് ഞാനൊരു 8 മാസത്തോളം ബ്രേക്കപ്പിൽ നിന്നിട്ട് എനിക്ക് ചാവാനും എല്ലാം കൊണ്ടും നിന്നൊരു വ്യക്തി ഞാൻ. അതങ്ങനെയാണല്ലോ, നാട്ടു നടപ്പ് എങ്ങനെയാണല്ലോ. അപ്പോൾ അതിലൊന്നും ഒരു വലിയ കഥ ഇല്ലാന്ന് അതിനുശേഷം വേറെ പെണ്ണിനല്ല, അതിലൊരു കഥ ഇല്ലാന്ന് പിന്നീടാണ് മനസ്സിലായത്. കാരണം നമുക്കൊരു സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അത് കളഞ്ഞിട്ടാണ് ഞാൻ വർക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് വെച്ചിട്ട് ഞാൻ എൻ്റെ കൈ മുറിച്ചിട്ടുണ്ട്, ജോലി സ്ഥലത്ത് വെച്ചിട്ട് കൈ മുറിച്ചിട്ട്. ഇത് ചാവാൻ വേണ്ടി ചെയ്തല്ല,